എന്ന് മന്ത്രിപദവിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പരോക്ഷമായി വിമർശിച്ച മാണി സി കാപ്പൻ എന്നുള്ളതാണ്. ഒരു MLA മാത്രമുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനെ ഒരു ഘടകകക്ഷി എതിർത്തു. കിട്ടിയ അവസരം മുതലാക്കിയ കോൺഗ്രസ് 12 മന്ത്രിസ്ഥാനങ്ങൾ സ്വന്തമാക്കിയെന്നും UDF-ൽ കൂടുതൽ സുതാര്യത വേണമെന്നുമായിരുന്നു മാണി സി കാപ്പന്റെ പ്രതികരണം. ആദ്യ പ്രതികരണം കേൾക്കാം. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതൽ ആളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 ആക്കി, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ടീം UDF എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേണ്ടിയതായിരുന്നു. സാഹചര്യങ്ങളിങ്ങനെയായി. ഞാൻ അതിനോട് ഒത്തുചേർന്നു. എനിക്കിപ്പോൾ പരാതികളില്ല, പ്രശ്നങ്ങളുമില്ല. ഹാൻസ് വലിയ പരിഭവത്തിൽ തന്നെയാണ്. പരാതികളില്ല, പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് നല്ല പരാതിയുണ്ട്, അതൃപ്തിയുണ്ട്, നീരസമുണ്ട് മാണി സി കാപ്പന്. അതിൽ ഒരു വേള അദ്ദേഹം പറയുന്നത് ജോസഫ് വിഭാഗം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം വെട്ടി എന്നുള്ളതാണ്. അത് അദ്ദേഹം കൃത്യമായും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ശ്യാമിലെ അതൃപ്തി. മാണി സി കാപ്പൻ്റെ അതൃപ്തി ഇതുവരെ മാറിയിട്ടില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പാലായിലെത്തിക്കൊണ്ട് VD സതീശനും അതിനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകും, ഇനിയിപ്പോൾ കൊടിവെച്ച കാറിലായിരിക്കും മാണി സി കാപ്പൻ പാലയിലേക്ക് തിരിച്ചു വരിക എന്നുള്ള കാര്യം ഈ രണ്ട് നേതാക്കളുമാണ് പറഞ്ഞത്. താൻ മന്ത്രിസ്ഥാനം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ടാണ് മന്ത്രിസ്ഥാനം തരാം എന്ന് പറഞ്ഞത്. പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം നിരസിക്കപ്പെട്ടു. ടേം വ്യവസ്ഥയിൽ മന്ത്രിയാകണം എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. അതിനുള്ള കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണെന്നാണ് പരോക്ഷമായി മാണി സി കാപ്പൻ പറയുന്നത്. കാരണം ആദ്യഘട്ടങ്ങളിൽ 7 ഈ MLA-മാരെ ലഭിച്ച ജോസഫ് വിഭാഗം തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് ആ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഒരു സീറ്റ് മാത്രം, ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് ജോസഫ് വിഭാഗം